ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലെ ഡെയിലി ഡിവോഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും നേരുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് വേണ്ടി ആരോഹണ ഗീതം 133 സങ്കീർത്തനമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് വളരെ പരിചയമുള്ള ഒരു സങ്കീർത്തനമാണ് ഈ 133 സങ്കീർത്തനം. അനേക പ്രിയപ്പെട്ടവർ തങ്ങളുടെ പ്രാർത്ഥനയിൽ ഉരുവിടുന്ന ഒരു സങ്കീർത്തനം കൂടിയാണ് ഈ 133 സങ്കീർത്തനം. ആരോഹണ ഗീതത്തിൽ 3 ചെറിയ ആരോഹണ ഗീതങ്ങളുണ്ട്. 131, 133, 134. ഇതിലെ രണ്ടാമത്തെ ചെറിയ ഒരു ആരോഹണ ഗീതമാണ് 133 സങ്കീർത്തനം. ഈ സങ്കീർത്തനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അത് വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായ അഹരോൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞുപോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. 133 സങ്കീർത്തനം ഐക്യതയുടെ ഒരു സങ്കീർത്തനമാണ് എന്ന് പറയുമ്പോൾ യൂണിറ്റിയുടെ ഒരു സങ്കീർത്തനമാണ്. ഐക്യതയുടെ നന്മ പറയുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 133 സങ്കീർത്തനം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത് ദ ഗുഡ്നെസ് ഓഫ് യൂണിറ്റിയുടെ ഐക്യതയുടെ നന്മ എന്താണ് ഇവിടെ പറയുന്നത്. 1-ാമത്തെ വാക്യത്തിൽ ഇതാ, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ, അത് എത്ര ശുഭമാണ്, എത്ര മനോഹരമാണ്, എത്ര അനുഗ്രഹമായ ഒരു കാര്യം തന്നെയാണ് അല്ലേ. നമുക്കെല്ലാവർക്കും ആവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് കൂട്ടായ്മ. കൂട്ടായ്മയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യം ആണ്. അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് രക്ഷിക്കപ്പെട്ടവർ അവർ സ്നാനം സ്വീകരിച്ചു, അവർ വേർപെട്ടു വന്നു, അവർ കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കടന്നു വന്നു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം അതിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളിലും കൂട്ടായ്മയിലും അപ്പം മുറിക്കൽ ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും പൂർണ്ണ മനസ്സോടെ പങ്കെടുത്തു വന്നു. അവിടെ രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, വേർപെട്ടവർ, അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങൾ, ദൈവവചന പഠനത്തിൽ, പിന്നെ പറയുന്ന ഒരു കാര്യമാണ് കൂട്ടായ്മ, ഒരു യൂണിറ്റി, പിന്നെ അപ്പം മുറിക്കൽ ശുശ്രൂഷ, പ്രാർത്ഥന, അതെല്ലാം പൂർണ്ണ മനസ്സോടെ അതിലൊക്കെ പങ്കെടുത്തു വന്നു. അത് കൂട്ടായ്മ. ഈ നാളുകളിൽ കൂട്ടായ്മ വളരെയധികം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആർക്കും ഒരുമിച്ച് കൂടി വരാനായിട്ട് സമയം ലഭിക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് കൂട്ടായ്മ അതെത്ര അനുഗ്രഹകരമായ കാര്യമാണ്, അതെത്ര മനോഹരമായ കാര്യമാണ് എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരുമിച്ച് ഇരിക്കുന്നത്, നമുക്കൊരു മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഐകമത്യം മഹാബലം. അപ്പോൾ ഒരുമിച്ച് കൂടുന്നത്, ഒരുമിച്ചുള്ള ഒത്തൊരുമ എന്ന് പറയുന്നത് വലിയ ഒരു ശക്തി തന്നെയാണ്. അപ്പോൾ ദൈവമക്കൾ ഒരുമിച്ച് കൂടി കൂട്ടായ്മ ആചരിക്കുമ്പോൾ, ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ സാത്താൻ പേടിച്ച് വിറച്ചു പോവുകയാണ്.
അവിടെ സാത്താൻ വരുവാനായിട്ട് കഴിയുന്നില്ല. എത്ര മനോഹരമായ ഒരു കാര്യം തന്നെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമാണ്, എത്ര മനോഹാരിതയാണ് കാണുവാനായിട്ട് സാധിക്കും. യഹൂദന്മാർ അവർ തങ്ങളുടെ യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവർ ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ അനുഭവിക്കുവാൻ വേണ്ടിയാണ് അവിടെ കടന്നു പോകുന്നത്. അവർ കുടുംബമായിട്ട് അവർ കടന്നുപോയി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആ കൂട്ടായ്മ എങ്ങനെയുള്ളതെന്ന് 2-3 വാക്യത്തിൽ അത് വിവരിച്ച് പറയുകയാണ്. അപ്പോൾ 2 ആലങ്കാരികമായ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ അവിടെ സമാനതയോടെ തുല്യതയോടുകൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ഈ കൂട്ടായ്മയുടെ ഒരു നേച്ചർ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ കൂട്ടായ്മ ആയിരിക്കുന്നത്. ഒരു കാര്യം പറയുന്നത്, അത് വസ്ത്രത്തിൻ്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക്, അഹരോൻ്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായ അഹരോൻ്റെ തലയിലെ വിശേഷ തൈലം പോലെയാണ്. ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇവിടെ അഹരോൻ്റെ തലയിലേക്ക് ഒഴിക്കുന്ന അഭിഷേകം തൈലം പോലെ, അഭിഷേക തൈലത്തോട് ഉപമിച്ചുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് എങ്ങനെയാണ് ഈ കൂട്ടായ്മ എന്നുള്ളത്. അപ്പോൾ ഒരു പുരോഹിതനെ അഭിഷേകം ചെയ്യുമ്പോൾ അത് തലയിൽ ഒഴിക്കുന്നു. ആ തലയിൽ നിന്ന് താഴോട്ട് വന്ന് അത് നീളമുള്ള അഹരോൻ്റെ താടിയിലേക്ക്, എന്നിട്ട് താടിയിൽ നേരെ ഒഴുകി അതിൻ്റെ നെഞ്ചിലേക്ക് വരുന്നു. അവിടെ ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, 12 ഗോത്രക്കാരെ ഓർമ്മിപ്പിക്കുന്ന ബ്രസ്റ്റ് പ്ലേറ്റ് ഉണ്ട്. അവിടേക്കും അത് ഒഴുകി താഴോട്ടേക്ക് പോകുന്നു. അപ്പം ഇങ്ങനെ ഈ അഭിഷേക തൈലം നമ്മൾ ലേവ്യ പുസ്തകം 8-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഈ അഭിഷേക തൈലം ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടുകളവിടെ പറയുന്നുണ്ട്. അതെത്ര സൗരഭ്യമാണെന്നറിയാമോ? എത്ര സുഗന്ധമായ ഒരു സുഗന്ധം തന്നെയാണ് നമുക്ക് അത് ഉണ്ടാക്കി നൽകുന്നത്. അപ്പോൾ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ അഭിഷേകം തൈലത്തിൽ നിന്ന് വരുന്ന സുഗന്ധം എത്രയുണ്ടോ അതുപോലെയാണ് ഈ കൂട്ടായ്മയുടെ സുഗന്ധവും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. രണ്ടാമത് അതിനെ ഉപമിച്ചിരിക്കുന്നത് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞ് പോലെയും ആകുന്നു. സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞ്, അതായത് ഹെർമോൻ പർവ്വതത്തിൽ ഉണ്ടാകുന്ന മഞ്ഞ് വളരെ ഹെവി ആയിട്ടുള്ള മഞ്ഞാണ്. നമ്മൾ അവിടുത്തെ ജിയോഗ്രഫിക്കൽ സിറ്റുവേഷൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ ഹെർമോനിയ മഞ്ഞ്, അതായത് ഹെർമോൻ പർവ്വതത്തിൽ വരുന്ന മഞ്ഞ് അത് വളരെ ഹെവിയാണ്, വളരെ ഭാരമുള്ളതാണ്. അപ്പോൾ അത് ഹെർമോൻ മഞ്ഞ് അത് സിയോൻ പർവ്വതത്തിലേക്ക് പോകും. അത് ഹെർമോൻ പർവ്വതത്തിൻ്റെ വടക്ക് ഭാഗത്താണ് സിയോൻ പർവ്വതം, അവിടത്തേക്ക് കടന്നു. അപ്പോൾ അത് ഹെർമോനിയ മഞ്ഞ്, ഈ മഞ്ഞ് നല്ല ഈ നമ്മൾ രാവിലെ നമ്മൾ മഞ്ഞ് കാണുമ്പോൾ അവിടെ നിൽക്കാൻ എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു ഊഷ്മളത നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മഞ്ഞുമലയിലേക്ക് ആൾക്കാർ ട്രക്കിംഗ് ചെയ്യാനായി കടന്നു പോകുമ്പോൾ, അല്ല ഉയർന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ മഞ്ഞ് അവർക്ക് വളരെ സന്തോഷം, നല്ലൊരു അനുഭൂതി, അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വളരെ അനുഗ്രഹപരമായ ഒരു അനുഭൂതി, ഒരു ഊഷ്മളത അവിടെ ഉണ്ടാകുവാനായിട്ട് കഴിയും. അപ്പം അതുപോലെയാണ് സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞ് പോലെ വളരെ ഊഷ്മളമായിട്ടുള്ള ഒരു അനുഭൂതി, ഒരു അവസ്ഥ അവിടെ കാണുവാൻ സാധിക്കും. അത് എവിടെ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്? സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന ആ ഒത്തൊരുമയിൽ നിന്ന്, ആ കൂട്ടായ്മയിൽ നിന്ന്, ആ യൂണിറ്റിയിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അവിടെയല്ലോ അങ്ങനെയുള്ള കൂട്ടായ്മയിലാണ് എന്ത് വരുന്നത്? യഹോവ അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന്, അഹരോൻ്റെ താടിയിലേക്ക് ഒഴുകുന്ന, അല്ലെങ്കിൽ അഹരോനെ പുരോഹിതന്മാർക്ക് ഉണ്ടാക്കി അവരെ അഭിഷേകം ചെയ്യുന്ന അഭിഷേക തൈലത്തിൻ്റെ സുഗന്ധം. രണ്ടാമത് ഹെർമോനിയ മഞ്ഞിൻ്റെ ഒരു ഊഷ്മളത. ഈ സുഗന്ധവും ഊഷ്മളതയും കൂടിച്ചേരുമ്പോൾ എന്ത് മനോഹരമായിരിക്കും. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് സമയമുണ്ട്. ഈ നാളുകളിൽ
നമുക്ക് വളരെ ധൃതിയാണ്, എല്ലാവരും വളരെ ബിസിയാണ്. ആരാധനയ്ക്ക് എങ്ങനെയോ ഞായറാഴ്ച ആ സമയം 9 മുതൽ 11 മണി വരെ, അല്ലെങ്കിൽ 8:30 മുതൽ 11 വരെ, അല്ലെങ്കിൽ 10 മണി മുതൽ 12 വരെ 2 മണിക്കൂർ എത്ര വിമ്മിഷ്ടപ്പെട്ടാണ് കട്ടിച്ച് പിടിച്ച് അവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് ആരാധന അവസാനത്തെ പ്രാർത്ഥന ഞാമിന് പറയുമ്പോൾ സഹോദരന്മാരെല്ലാം സ്ഥലം വിടുന്നു. പെട്ടെന്ന് എല്ലാവരും വണ്ടിയിൽ കയറി കടന്നു പോകുന്നു കാണുവാൻ സാധിക്കും. ഒരുമിച്ചൊരു കൂട്ടായ്മ വളരെ ബുദ്ധിമുട്ടായി തീരുന്നു. എല്ലാവരും സ്വന്തം കാര്യങ്ങൾ അന്വേഷിച്ച് സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് പോകുന്ന ഒരവസ്ഥ. എന്നാൽ ഈ കൂട്ടായ്മ അനുഭവിക്കുന്നവർക്കറിയാം, കൂട്ടായ്മ ആചരിക്കുന്നവർക്കറിയാം, ഒരുമിച്ച് ഒത്തൊരുമയോടെ ജീവിക്കുന്നവർ, നടക്കുന്നവർ, ആരാധിക്കുന്നവർക്കറിയാം ആ കൂട്ടായ്മയുടെ മാധുര്യം, കൂട്ടായ്മയുടെ സുഗന്ധം, കൂട്ടായ്മയുടെ ഊഷ്മളത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയിൽ പങ്കെടുക്കാം. അതാ സ്ഥലങ്ങളിലായിരിക്കുന്നവർ കൂട്ടായ്മയ്ക്ക് വളരെയധികം പ്രാധാന്യത നൽകിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ശ്രമിക്കുക. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നാളുകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ തന്നെ മാറിയിരുന്നുകൊണ്ടല്ലോ ഒരുമിച്ച് കൂടിയിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. സങ്കീർത്തനക്കാരിൽ കൂടെ ഞങ്ങൾ കേൾക്കുവാനായിട്ടിടയായി. കൂട്ടായ്മ എന്ന് പറയുന്നത് അത് വളരെ മനോഹരമായ കാര്യമാണ്, അത് വളരെ സുഗന്ധം നൽകുന്നതാണ്, അത് വളരെ ഊഷ്മളമായ ഒന്നാണ്. ഈ നാളുകളിൽ ഞങ്ങളെ സഹായിക്കണമേ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ സഹായിക്കണമേ. ഒരുമിച്ചുള്ള കൂട്ടായ്മയിലായിരിക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.